ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോണ കുറച്ച് സിൽക്കി കോട്ട സാരീസാണ്. അതിൻ്റെ അകത്ത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന 3 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ഉള്ള സിൽക്കി കോട്ട സാരീസാണ്. മൂന്നും ഞാൻ പറഞ്ഞത് ഹാൻഡ് എംബ്രോയ്ഡറി ആണ്, വിത്ത് ബ്ലൗസ് പീസ് അല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എന്നാൽ ഹെവി ആയിട്ട് അത്യാവശ്യം ഫ്രണ്ടിലൊക്കെ നല്ലോണം ഹെവി വർക്ക് ചെയ്തിരിക്കുന്ന സാരീസുമാണ്. ബഡ്ജറ്റിൽ വരുന്ന എന്നാൽ കാണുന്ന സ്ഥലത്തൊക്കെ അത്യാവശ്യം നല്ലോണം വർക്കുമുള്ള സാരീസ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അതല്ല ഇതുപോലത്തെ വേറെ സാരി വേണമെങ്കിലും അതാണെങ്കിലും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. നമുക്ക് ഓരോ സാരീസും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കണ്ടു നോക്കാം. ഇന്ന് എടുത്തു പറയേണ്ടതുള്ളത് ഈ സാരീസിൻ്റെ ഒക്കെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, ഈ കളർ നല്ലതായിരിക്കും എന്ന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരീസ് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. ഇതൊരു ലൈറ്റ് ആഷ് കളർ സാരിയാണ്, സിൽക്കി കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ റെഡിൻ്റെ തന്നെ ഡബിൾ ഷെയ്ഡ് ത്രെഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ റെഡും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് റെഡും ഉണ്ട്. അത് പിന്നെ ഗ്രീൻ ആണെങ്കിൽ കുറച്ച് ഡാർക്ക് മെഹന്തി ഗ്രീൻ പോലത്തെ ഒരു ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലേസി ഡിസൈനാണ് നമ്മൾ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊരു ഡിസൈൻ മുന്താണിയിലുണ്ട്. ഇങ്ങനെയൊരു ഡിസൈൻ മുന്താണിയിൽ ഒരു വശത്തുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിലും സെയിം ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്, ഫുൾ പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് വരുന്നത്. ഇതുപോലെയാണ് 3 ഡിസൈൻസാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ ഫ്രണ്ട് ഫുള്ളും ആയിട്ട് കാണുന്ന രീതിയിലാണ് ഞാൻ ചെയ്തത്. അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു ഡിസൈനുമാണ്. അതിൻ്റെ കൂടെ ഇത്രയും 3 ഡിസൈനും വരുമ്പം ഫ്രണ്ട് ഫുള്ളും വർക്കായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇങ്ങനെയാണ്. ഇതിൻ്റെ നടുക്ക് നമ്മൾ ലൈറ്റ് യെല്ലോ കളർ ഫ്രഞ്ച് നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിൽ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുണ്ട്. ഇതുപോലെയാണ് സ്റ്റാൻഡിങ് പൊസിഷനിൽ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പ്ലീറ്റ്സിന് മുമ്പായിട്ടാണ് ഈ ഡിസൈൻ വരുന്നത്. മൊത്തത്തിൽ ഈ സാരിയിൽ 6 ഡിസൈനാണ് ഉള്ളത്. ഇതുവരെ 3 ഡിസൈൻ ഫ്രണ്ടിലും, മുന്താണിയിൽ ഇതുപോലത്തെ 2, പിന്നെ കാലിൻ്റെ അവിടെയാണ് ഡിസൈൻ. ഇത് റെഡി ഫോർ സീലാണ്. ഇതിൻ്റെ റേറ്റ് 1950 ആണ്. ഇത്രയും വർക്ക് ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അത്യാവശ്യം വലിയ ഡിസൈൻ 6 റൺസ് ഇട്ടിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്ന. ഫ്ലവേഴ്സ് എല്ലാം ഇതുപോലത്തെ 6 ഡിസൈനാണ് സാരിയിൽ വരുന്നത്. ഇതിനകത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള റെഡ് ബ്ലൗസ് പീസ് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇതിൻ്റെ റേറ്റ് 1950 ആണ്. അടുത്തത് ഒരു ലൈറ്റ് ചോക്ലേറ്റ് ബ്രൗൺ കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് ലാവൻഡറിൻ്റെ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത്. ഇത് ഡാർക്ക് ബഡ്സിനൊക്കെ, കുഞ്ഞു ഫ്ലവേഴ്സിനൊക്കെ ഡാർക്ക് ലാവൻഡറും മറ്റേത് വലിയ ഫ്ലവേഴ്സിന് ലൈറ്റ് ലാവൻഡറുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്, ഒരു വള്ളിപ്പൂ പോലെ രീതിയിൽ. ഇതിൻ്റെ നടുക്ക് ലൈറ്റ് മസ്റ്റാർഡ് യെല്ലോയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ലൈറ്റ് സാരിയുടെ കളർ പറഞ്ഞാൽ ലൈറ്റ് ചോക്ലേറ്റ് ബ്രൗൺ ആണ്. ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയുടെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ, പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ മുന്താണിയിൽ കണ്ടുപോലത്തെ 3 ഡിസൈൻസാണ് ഷോൾഡർ പ്ലീറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 3 എണ്ണമാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഒരു ഫ്ലവർ കഴിഞ്ഞ് പർട്ടിക്കുലർ ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഫ്ലവർ, പിന്നെ ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഫ്ലവർ, അങ്ങനെ 3 ഡിസൈൻസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. സ്റ്റാൻഡിങ് പൊസിഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. സാറ്റിൻ സ്റ്റിച്ച് ആയതുകൊണ്ട് കുറേ ടൈം എടുത്തിട്ടാണ് നമ്മളൊരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റിന് വ്യത്യാസമുണ്ട്. ടോട്ടലി ഇതിൻ്റെ അകത്ത് 5 ഡിസൈനും ഒരു കുഞ്ഞ് ഡിസൈനുമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1750 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു ബേബി പിങ്ക് സിൽക്കി കോട്ട സാരിയുടെ അകത്ത് മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ട്, ആങ്കർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഡിസൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. പിന്നെ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ ഹോളായിട്ട് തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സ്റ്റെമ്മും ലീഫും ലൈറ്റ് ഗ്രീനും യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫ്ലോറൽ പാറ്റേൺ മുന്താണിയുടെ ഒരു വശത്തുണ്ട്. ഇത് ബേബി പിങ്ക് ആട്ടോ സാരിയുടെ കളറ്. മുന്താണിയിൽ ഇതുപോലെ ഒരു ഡിസൈൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ ഫുൾ ലെങ്ത് ഡിസൈൻ തന്നെയാണ് റണ്ണിങ് പോർഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് വരുന്നത്. ഒരു ഡിസൈൻ കഴിഞ്ഞ് പർട്ടിക്കുലർ ഗ്യാപ്പ് വിട്ട് അടുത്ത ഡിസൈൻ, പിന്നെ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഡിസൈൻ,
അങ്ങനെ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടം റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ എല്ലാ സാരിയിലും കണ്ടുവരെ ഇതിലും റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ പിന്നെ സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ഡിസൈൻ. ഇങ്ങനെയാണ് ആ സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ഫ്രണ്ടിൽ 3 മുന്താണിയിൽ ഒരെണ്ണം, റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം, പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരെണ്ണം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1950 ആണ് ഇതിൻ്റെയും റേറ്റ് വന്നിട്ട് വരുന്നത്. ഇത് അപ്പോൾ താല്പര്യമുള്ളവർ ഇന്ന് കാണുന്ന 3 സാരിയിൽ ഏത് സാരിയാണ് താല്പര്യം എന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഒരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള സാരി. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും, ഈ ഡാർക്ക് കളർ വയലറ്റ് വേണമെങ്കിൽ വയലറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലൂ ആണെങ്കിൽ, അല്ലെങ്കിൽ പിങ്ക് ആണെങ്കിൽ ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മൾട്ടി ഷെയ്ഡ് ത്രെഡ് ആയതുകൊണ്ട് ഇതിൽ ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതാ താല്പര്യം എന്ന് വെച്ചാൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.